പാർവണ, ഇങ്ങോട്ട് നോക്ക്. തന്നെ കണ്ടിട്ട് മുഖം കുനിച്ച് നിൽക്കുന്നോളെ ആദി വീണ്ടും വിളിച്ചു. പാർവണയൊക്കെ തകർന്നു നിൽക്കുകയായിരുന്നു. ഒരിക്കലും കാളിയെന്ന് വിചാരിച്ച ആളാണ് മുന്നിലുള്ളത്. ഒരു പളുങ്ക് കൊട്ടാരം പോലെയായിരുന്നു ഒരു പെണ്ണിന്റെ ജീവിതം. എല്ലാം തകർത്തതിനു ശേഷം എന്തിനാണ് ഇദ്ദേഹം വീണ്ടും വന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആദി കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങുന്ന ചുമലിൽ കൈവച്ചു. ഇങ്ങോട്ടൊന്ന് നോക്കൂ പാറുക്കുട്ടി. പാർവണ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവന്റെ കൈതല സ്പർശിച്ചപ്പോൾ ശരീരം പൊള്ളിപ്പിടയുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് അവന്റെ കൈ തട്ടി മാറ്റി. പിന്നെ സാരിത്തുമ്പിനാൽ മുഖം അമർത്തി തുടച്ച് ആദിയെ നോക്കി. അവളിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പ്രതികരണം പ്രതീക്ഷിക്കാതെ കൊണ്ടാവാം ആദ്യം ഒന്ന് പകച്ചു. സാരെന്താ ഇവിടെ? വളരെ തണുത്തുറഞ്ഞൊരു സ്വരമായിരുന്നത്. അവളുടെ വേദന നിറഞ്ഞ മിഴികളിൽ കണ്ണു നട്ടപ്പോൾ അവിടെ നിർവികാരതയല്ലാതെ മറ്റൊന്നും അവന് കാണാൻ സാധിച്ചില്ല. തന്നെ കാണുമ്പോഴൊക്കെ വിടർന്ന മിഴികളിൽ മിന്നിമായുന്ന സ്നേഹത്തിളക്കവുമായി നിൽക്കുന്ന ഒരു പെണ്ണിനെ അവൻ ഓർത്തുപോയി. പാറുക്കുട്ടി, എന്നോട് ക്ഷമിക്കുമോളെ. എനിക്കറിയാം ഞാൻ വളരെ വലിയൊരു തെറ്റാണ് നിന്നോട് ചെയ്തെന്ന്, ഒരുപാട് വേദനിപ്പിച്ചെന്ന്. ഒന്നും മനഃപൂർവ്വമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. ഞാൻ നിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് പാറുക്കുട്ടി. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും ഞാൻ എൻ്റെ പാറുക്കുട്ടിയെ വേദനിപ്പിക്കില്ല. പാർവണ ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ തറച്ചു നോക്കി. ഇക്കുറി അവൾക്ക് പതർച്ച തോന്നിയില്ല. നമ്മുടെ വീടോ? എനിക്ക് അങ്ങനെ ഒരു വീടില്ല സർ. ഉണ്ടായിരുന്നെങ്കിൽ പട്ടിയെ പോലെ എന്നെ നിങ്ങൾ അവിടുന്ന് അടിച്ചിറക്കി വിടില്ലായിരുന്നു. അവളുടെ വാക്കുകളിൽ രോഷം ചൊലിച്ചു. ആദിക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെയായി. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല മോളെ. ഐ വാസ് റിയലി ഹാറ്റ്ലെസ്. എൻ്റെ അവസ്ഥ അതായിരുന്നു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ പാറുക്കുട്ടി. പ്ലീസ് എൻ്റെ കൂടെ വാ. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് കരുതി മിസ്റ്റർ ആദിശേഷ് വർമ്മ വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് ഞാൻ വെറും ഒരു കോൺട്രാക്ട് ഭാര്യയായിരുന്നു. കുറച്ചു കാലത്തേക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വിധിക്കപ്പെട്ടിരുന്നവൾ. കോൺട്രാക്ട് കഴിഞ്ഞതോടെ നിങ്ങൾ എന്നെ തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇനി എന്നെ അന്വേഷിക്കരുത്. ആ പാർവണ മരിച്ചുപോയി. പാർവണയുടെ ആദിശേഷ് വർമ്മ എന്ന സംബോധന ആദിയുടെ നെഞ്ചി നീട്ടി. അവളുടെ കടുത്ത വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിച്ചു. ഇങ്ങനെയൊന്നും പറയല്ലേ പാറുക്കുട്ടി, പ്ലീസ്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? പാറുകുട്ടി പോലും നാണമില്ലേ സാർ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ സംബോധന ചെയ്യാൻ? നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ എടുക്കാനും വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാനും ഞാനെന്താ നിങ്ങളുടെ കളിപ്പാട്ടം വലുതുമാണോ? ഓ, നിങ്ങൾ അങ്ങനെയാണ് എന്നെ കണ്ടിരുന്നല്ലേ? ഒരു വർഷത്തേക്ക് നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉപകരണം. അതിനോടുള്ള ഒരു ആസക്തി തീർന്നപ്പോൾ നിങ്ങൾ അതിനെ പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് തെറ്റി സാർ. ഞാൻ മജ്ജയും മാംസവുമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീയാണ്. നിങ്ങൾ വിരൽ ഞൊടിക്കുമ്പോൾ കൂടെ വരാനും വേണ്ടെന്ന് വെക്കുമ്പോൾ പോവാനും ഞാനൊരു അല്ല, ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പിന്നാലെ വരണോ? അത്രയ്ക്ക് വിലയില്ലാത്തവളാണ് ഞാനെന്ന് കരുതിയോ നിങ്ങൾ? അത്യധികമായി വികാര വിക്ഷോഭം കൊണ്ട് പാർവണയാകെ വിറച്ചു. ആ സമയത്ത് വല്ലാത്തൊരു ശക്തിയായിരുന്നു അവൾക്ക്. പക്ഷെ ആദിയുടെ മനസ്സ് വല്ലാതെ പിടയുകയായിരുന്നു. അവളുടെ ഓരോ വാക്കും അവനെ കുത്തിക്കീറി. പാർവണ, ഞാൻ അങ്ങനെയൊന്നും നിന്നെ... ശബ്ദമിടറിയിട്ട് അവനൊന്നും പറയാൻ സാധിച്ചില്ല. പക്ഷേ പാർവണയ്ക്ക് യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല. അന്ന് ആദിശേഷ് വർമ്മ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും കാലം നിങ്ങളെ ലോകമെന്ന് കരുതി ജീവിച്ചൊരു പെണ്ണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അത്രയും ദയനീയമായി അവൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഉപേക്ഷിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഓരോ നിമിഷത്തിലും അവളുടെ മനസ്സ് നിങ്ങളോട് അല്പം ദയക്ക് വേണ്ടി യാചിച്ചിരുന്നു. പക്ഷെ കാരുണ്യവാൻ എന്ന പേര് കേട്ട ദ ഗ്രേറ്റ് ആദിശേഷ് വർമ്മ അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല. അവളെ ഒന്നും പറയാൻ അനുവദിച്ചതുമില്ല. ക്ഷുദ്രജീവികളെക്കാൾ അധപ്പതിച്ച നിങ്ങളുടെ മുത്തശ്ശിയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച്, കുറെ ബന്ധുക്കളുടെയും ജോലിക്കാരുടെയും മുന്നിൽ വെച്ച് ഒരു വെറുക്കപ്പെട്ട ജീവിയെ പോലെ നിങ്ങൾ എന്നെ ഇറക്കി വിട്ടു. അവളുടെ ഓരോ വാക്കും ഇടിമുഴക്കം പോലെ ആദിയുടെ ചെവിയിൽ വന്ന് പതിച്ചു. അവന് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിനോട് പോലും ആളുകൾ മര്യാദ കാണിക്കും സാർ. തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു പ്രതിയോട് പോലും ജഡ്ജി അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ എന്നോട് നിങ്ങളോ നീതി പോലും കാണിച്ചില്ല. വലിച്ചെറിഞ്ഞതിന് ശേഷം ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചില്ല. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരണമല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു. നിങ്ങൾ വലിയ ആളായിരിക്കും സാർ. നിങ്ങളുടെ മുത്തശ്ശി എപ്പോഴും വിളിച്ചു പോകാറുള്ളത് പോലെ പണത്തിലും തറവാടത്തിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് താഴെയായിരിക്കാം. പക്ഷേ എൻ്റെ ആത്മാഭിമാനം വിലക്കെടുക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. പറഞ്ഞു വന്നപ്പോൾ പാർവണ കിതച്ചുപോയി. ആദി അമ്പരപ്പോടെ അതിലേറെ വേദനയോടെ അവളെ നോക്കി നിന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല പാറുക്കുട്ടി. നീ എന്നേക്കാൾ താഴെയാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പണത്തിലും കുലമഹിമയിലൊന്നും ഞാൻ അഭിമാനിക്കുന്നവനുമല്ല. പാർവണയുടെ ചുണ്ടുകൾ നേരിയൊരു ചിരി വിരിഞ്ഞു. നിങ്ങളുടെ മുത്തശ്ശിയുടെയും പെങ്ങളുടെയും അതേ വിഷം നിങ്ങളിലുമുണ്ട് സാർ. അതുകൊണ്ടാണ് പാവപ്പെട്ടനോട് എന്തുമാകാമെന്ന് നിങ്ങൾ വിചാരിച്ചത്. അല്ല മോളെ, അങ്ങനെയല്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്കി പാറുക്കുട്ടി, പ്ലീസ്. ആദിയുടെ സ്വരമിടറി. എന്നെ പാർവണ എന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ ഈ പഞ്ചാരവാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ആദിക്ക് മുഖത്തൊരടിയേറ്റതുപോലെ തോന്നി. പാർവണ ഒന്ന് നിശ്വസിച്ചു. അവൾ യാതൊരു പതർച്ചയും കൂടാതെ ആദിയുടെ മിഴികളിൽ അർപ്പിച്ചു. ഉറപ്പായും നിങ്ങളുടെ മുത്തശ്ശിയും അനിയത്തിയും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. നിങ്ങളുടെ പെങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ, അവളുടെ ഭർത്താവാണ് എന്നെ ഉപേക്ഷിച്ചതുപോലെ അവളെ തെരുവിൽ വലിച്ചെറിഞ്ഞെങ്കിൽ, ഉപേക്ഷിച്ചതിന് ശേഷവും അയാൾ പണം കൊടുത്ത് അവളുടെ ആത്മാഭിമാനത്തെ കുത്തിക്കീറാൻ ശ്രമിച്ചെങ്കിൽ,
പിന്നെ അവളോട് അയാൾ തിരിച്ച് സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുമായിരുന്നോ? പാർവണ, ഞാൻ ആദിക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി. പറയുമായിരുന്നോ ഇല്ലയോ? പാർവണ വെല്ലുവിളിക്കുന്നത് പോലെ ആദ്യം നോക്കി. അവന്റെ മുഖം കുരിഞ്ഞു. അവളുടെ മുഖത്ത് നോക്കാനാവാതെ അവൻ വിഷമിച്ചു. പറയില്ല, കാരണം അവൾ ദ ഗ്രേറ്റ് ആദിശേഷ് വർമ്മയുടെ അനിയത്തിയാണ്. എല്ലാം തികഞ്ഞവൾ, പണമുള്ളവൾ, കുലമഹിമയും തറവാടിത്തമുള്ളവൾ. എന്നെ പോലെ ദരിദ്രവാസിയല്ലല്ലോ, അല്ലേ? പാറക്കുട്ടി, ഞാൻ തെറ്റാണ് ചെയ്തത്. അതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ? പറ്റിപ്പോയി മോളെ, ഒന്ന് ക്ഷമിക്കടി പ്ലീസ്. എന്റെ പാറക്കുട്ടിയല്ലേ? അവന്റെ ഈ യാചനയിൽ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പഴയ കാലങ്ങൾ ഓർത്തു. അവനെ തീവ്രമായി പ്രണയിച്ച നാളുകൾ, വിവാഹം, മധുവിധു, ഒരുമിച്ച് പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങൾ എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഒടുവിൽ അവസാനത്തെ ആ ദിനവും. ആദിശേഷ് പാർവണയെ അവസാനമായി ഉപേക്ഷിച്ച ആ ദിനം. അന്ന് മുതൽക്കേ തന്നെ ജീവനോട് ദഹിപ്പിക്കുന്ന അവന്റെ കടുത്ത വാക്കുകൾ അവളുടെ ചെവികളിൽ വീണ്ടും അലയടിച്ചു. ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. താൻ അവിടെ നിന്ന് ദീനതയോടെ ഇറങ്ങിപ്പോകുമ്പോൾ ആദ്യ ഇന്ദിരയോട് പറഞ്ഞ വാക്കുകൾ. തന്റെ മുഖത്ത് പോലും നോക്കാത്ത അവൻ നിസ്സംഗത എല്ലാം വീണ്ടും വീണ്ടും അവളെ ചുട്ടുപൊളിച്ചു. അവൾ സാരിത്തുമ്പ് ഉയർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്കറിയാം സാർ. നിങ്ങളുടെ പെങ്ങൾക്ക് ഒരിക്കലും ഇത് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. കാരണം നിങ്ങൾ അവളെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല സാർ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഭാരമായ ഒരാളായിരുന്നു ഞാൻ. എന്നോടൊക്കെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിയെ തല്ലിയാൽ പല്ലും കീറിയും കാണും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഞാൻ. പാർവണ ഇത് പറഞ്ഞപ്പോൾ അവളുടെയും ആദിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന് തന്റെ ആത്മാവിൽ ആരോ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു കീറിയത് പോലെ തോന്നി. ഇങ്ങനെയൊന്നും പറയാതെ പാറക്കുട്ടി, നീ വേണമെങ്കിൽ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. എനിക്ക് 2 അടി തന്നിട്ടാണെങ്കിലും എന്റെ ദേഷ്യം തീരട്ടെ. പക്ഷേ ഇങ്ങനെയൊന്നും പറയലേ മോളെ, എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ആ പരിവേദനം കേട്ട് പാർവണയുടെ ചുണ്ടിൽ പരിഹാസത്തിന്റെ ഒരു ചിരി വിരിഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ സാർ. എന്നോട് എന്ത് ചെയ്താലും ആര് ചോദിക്കാനും പറയാനുമില്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങളുടെ പെങ്ങളെ പോലെയല്ല ഞാൻ, അനാഥയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി എന്നോട് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ചെയ്യാവുന്നതിന് മാക്സിമം നിങ്ങൾ ചെയ്യുകയും ചെയ്തു. ചെറുപ്പം മുതൽ സാവിത്രിയമ്മായും മക്കളും എന്നെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പട്ടിണി കിട്ടിയിട്ടുണ്ട്, തല്ലി തല്ലി ദേഹം തളർത്തിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം എത്ര തല്ലിയാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന്. അവളുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കവേ ആദിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയും തോന്നി. പക്ഷേ പാർവണയുടെ സ്വരത്തിൽ നിസ്സംഗതയായിരുന്നു. അവൾ തുടർന്നു. പിന്നെ നിങ്ങളെ ഞാൻ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നിങ്ങൾ എന്നോട് ആദ്യമേ തന്നെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിരുന്നല്ലോ. എനിക്കൊരു വാടക ഭാര്യയുടെ വിലയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാനാണല്ലോ നിങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചത്. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അങ്ങനെ നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ പേറണമെന്നും നൊന്ത് പ്രസവിക്കണമെന്നും ഒരുപാട് സ്നേഹിച്ച് വളർത്തണമെന്നും തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്നൊരു ദിവസം അതെല്ലാം തകർന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. സാരമില്ല, അന്നൊക്കെ നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു. മരിച്ചു പോകുമെന്ന് തോന്നിയിരുന്നു. മരണം ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ പക്ഷെ ഒരു മരവിപ്പ് മാത്രമാണ് മനസ്സിൽ ബാക്കി. പാർവണ ഒന്ന് നിശ്വസിച്ചു. സാർ പോയിക്കോളൂ. എന്നിട്ട് സാറിന് ചേരുന്ന വിധത്തിൽ ഇഷ്ടമുള്ള എല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കൂ. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങൾ ആദ്യം തന്നെ എല്ലാം എന്നോട് പറഞ്ഞിരുന്നല്ലോ. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞു. വലിച്ചെറിയുകയും ചെയ്തു. ഒരിക്കലും വാക്ക് തിരിച്ചില്ല. പാറവയുടെ സ്വയം നേർത്തു. പക്ഷേ നമുക്കിടയിൽ ഉണ്ടായിരുന്നത് സ്നേഹമായിരുന്നു എന്ന് മാത്രം പറയരുത്. ഇനിയും എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചെടുപ്പിക്കരുത്. തിരികെ വിളിച്ച് എൻ്റെ ആത്മാഭിമാനം തകർക്കരുത്. പാറക്കുട്ടി മോളെ പ്ലീസ്. ആദിയുടെ ശബ്ദം വളരെ വളരെ ദയനീയമായി. ദയവ് ചെയ്ത് പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല. ഒരു അവകാശവും പറഞ്ഞ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ടതിനു ശേഷം ഒരിക്കലും ഞാൻ നിങ്ങളോട് ഒന്നിനും യാചിച്ചിട്ടില്ലല്ലോ. എന്നെയും വേദനിപ്പിക്കരുത്. എനിക്ക് ഒരിക്കലും ഇനി നിങ്ങളെ കാണണ്ട, ഒരിക്കലും. പാറോൺ അവസാന വാക്കെന്നത് പോലെ പറഞ്ഞു. ആദ്യപ്പെട്ട നിറഞ്ഞൊഴുകിയിരിക്കുന്ന തൻ്റെ കണ്ണുകൾ തുടച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല പാറക്കുട്ടി. നിന്നെ പിരിയാൻ എനിക്ക് വയ്യ മോളെ. നീ പറഞ്ഞതുപോലെ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ ശേഷം മറ്റൊരു പെണ്ണിൻ്റെ ചിന്ത പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. സത്യം പാറക്കുട്ടി, നീ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാനും പോലും എനിക്ക് വയ്യ. ഇപ്പോഴും പറയുന്നു, ഞാൻ ചെയ്ത് തെറ്റാണ്. തെറ്റല്ല, മഹാപാപമാണ്. നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. പക്ഷേ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല പാറക്കുട്ടി. നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന് വ്യക്തമായ കാരണമുണ്ട്. പക്ഷേ അതറിഞ്ഞാലും നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഞാൻ നിന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ സ്വസ്ഥത ആകെ നശിച്ചിരുന്നു പാറക്കുട്ടി. എന്നെ എന്നും ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം 4 ചുറ്റും നിന്ന് ആക്രമിച്ചപ്പോൾ ഞാനൊക്കെ തകർന്നു പോയി. മറ്റൊരു വിധത്തിൽ ചിന്തിക്കാനുള്ള പക്വത എനിക്കുണ്ടായില്ല. എല്ലാ പ്രശ്നങ്ങളും തീർന്ന ശേഷം നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അത് മാത്രമായിരുന്നു എന്നെ ജീവിപ്പിച്ചത്. നീ പോയതിനു ശേഷമുള്ള ഓരോ നിമിഷവും ആ ഒരു ചിന്തയിൽ താലോലിച്ചുകൊണ്ടാണ് ഞാൻ എന്നെ ജീവിപ്പിച്ചത്. എൻ്റെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലെങ്കിൽ തന്നെയും മറ്റൊരു പെൺകുട്ടി എൻ്റെ ലൈഫിൽ ഉണ്ടാവുമായിരുന്നില്ല.
ആദ്യ പ്രതീക്ഷയോടെയും അതിലേറെ വേദനയോടെയും പാർവണയുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല സാർ. അറിയാൻ നിങ്ങൾ ഒരിക്കലും അനുവദിച്ചില്ല എന്നുള്ളതാണ് ശരി. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഞാൻ വില കുറഞ്ഞൊരു പെണ്ണായിരിക്കും. ഒരു കോൺട്രാക്ട് ഭാര്യ അവൻ സമ്മതിച്ച ഗതികെട്ടവൾ. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും പറയണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിരിക്കില്ല. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ സാർ, എന്നെക്കൊണ്ട് അത്രയ്ക്ക് ശല്യമായിരുന്നു നിങ്ങൾക്ക്? ആരുമില്ലാത്തവളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? പോകാൻ ഇടമില്ലാത്തവളാണെന്ന് അറിയാമായിരുന്നില്ലേ? എൻ്റെ എല്ലാ പേടികളും സങ്കടങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? ആ വലിയ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കാതിരുന്നത് എന്താ സാർ? അത്ര പോലും ദയ നിങ്ങൾക്ക് കാണിക്കാൻ തോന്നാതിരുന്നത് എന്താ? നിങ്ങൾ എനിക്ക് വെറുമൊരു ഭർത്താവ് മാത്രമായിരുന്നില്ല. എൻ്റെ അച്ഛനെയും അമ്മയും ദൈവത്തെയും ഞാൻ നിങ്ങളിലാണ് കണ്ടത്. ഒരു വളർത്തു പട്ടിയോടുള്ള കാരുണ്യം പോലും നിങ്ങൾക്ക് എന്നോട് തോന്നാതിരുന്നത് എന്താ? പാർവണിയുടെ ചോദ്യത്തിൽ ആദ്യാകെ ആടി ഉലഞ്ഞു പോയി. അവളെ നെഞ്ചോട് ചേർത്ത് പുണരാനും വാത്സല്യത്തോടെ തിരുത്തിരി ഉമ്മ വയ്ക്കാനും അവൻ്റെ ആത്മാവ് ദാഹിച്ചു. പക്ഷെ അവളുടെ ചോദ്യങ്ങളുടെ മുന്നിൽ മേഘം മറിച്ച നിസ്സേജന സൂര്യനെ പോലെ നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ സാർ. ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതല്ലേ. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് പാർവണ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കുന്നത് എന്നെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നാൽ പോലും എൻ്റെ മനസ്സിന് ഇത്രയും വേദന ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ ഹൃദയം കീറി മുറിച്ചിട്ട് ആത്മാവ് നെടുകെ പിളർന്നിട്ട് ഇനിയും ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരിക്കലും ഒരിക്കലും ഇനി എനിക്കതിന് സാധിക്കില്ല. ഒരു സ്ത്രീക്ക് ആത്മാഭിമാനത്തേക്കാൾ വലുതായി ഒന്നുമില്ല. അത് തകർന്നിട്ട് പിന്നെ ജീവിക്കുന്നത് എന്തിനാണ്? ഇനി നിങ്ങളുടെ കൂടെ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അല്ല, ആത്മഹത്യ അതിലും ഭേദമാണ്. സാർ പോയിക്കോളൂ, ഇനി എന്നെ തേടി വരരുത്. അങ്ങനെ പറയില്ലേ പാറുക്കുട്ടി, പ്ലീസ്. എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. നീ ഇല്ലാതെ ഞാൻ ഇത്രയും കാലം നരകിച്ചു. ഇനി വയ്യ മോളെ. ആദിയുടെ സ്വരത്തിൽ സ്നേഹവും പരവേശവും തുടിച്ചു. നീ സ്വപ്നം കണ്ടതുപോലെ നമുക്കൊരു കുഞ്ഞാതി വേണം. പിന്നെ ഒരു കുഞ്ഞി പാറു വേണം. നിന്നെപ്പോലെ ഉണ്ടക്കണ്ണുകളുള്ള. മതി, നിർത്ത്. പാർവണ ആദ്യ രൂക്ഷമായ ശബ്ദത്തിൽ തടഞ്ഞു. തൻ്റെ വയറ്റിലുണ്ടായൊരു കുഞ്ഞിൻ്റെ പിടപ്പ് ഓർമ്മയിൽ അവൾ അകമ്പുറം വെന്തു. ഓ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഉദ്ദേശം? ദ ഗ്രേറ്റ് ആദിശേഷ് വർമ്മയുടെ വംശം നിലനിർത്തുക. അതിനു വേണ്ടിയാണ് അപ്പോൾ ഈ വരവല്ലേ? അതിനായി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തണം. നിങ്ങളുടെ പള്ളിയറയിൽ നിങ്ങൾക്കൊപ്പം അന്തി ഉറങ്ങണം. എന്നിട്ട് നിങ്ങളുടെ വംശത്തിനെ വയറ്റിൽ ചുമക്കണം അല്ലേ? എനിക്കതിനൊന്നും സൗകര്യമില്ല. ഇനി നിങ്ങൾ എന്തു ചെയ്യും? പാർവണ. അവളുടെ കത്തിച്ചൊലിക്കുന്ന ഭാവം കണ്ട് ആദ്യം പകച്ചുപോയി. പാർവണ, നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? ആദ്യം അവളുടെ ചുമലിൽ പിടിച്ച് തന്നോട് ചേർക്കാൻ ശ്രമിച്ചു. അവന് ഭയവും വേദനയും ഒരുപോലെ തോന്നി. പക്ഷേ പാർവണ അവനെ തള്ളി മാറ്റി. പിന്നെ പിന്നിലേക്ക് അല്പം മാറി നിന്ന് സംയമനം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവളുടെ ശബ്ദം ശാന്തത കൈവരിച്ചു. പക്ഷേ അതിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്. മഹാനായ ആദിശേഷ് വർമ്മയുടെ കുഞ്ഞ് ഇനി ഈ ദരിദ്രവാസി പെണ്ണിന്റെ വയറ്റിൽ ജന്മമെടുക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വംശം നിലനിർത്താൻ മറ്റാരെങ്കിലും നോക്കിക്കോളൂ. എന്താ, നിങ്ങൾക്ക് കോൺട്രാക്ട് വെക്കാൻ വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലേ? പണം കൊടുത്താൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറേ എണ്ണമുണ്ടല്ലോ നിങ്ങളുടെ ചുറ്റും. അവരെ ആരെങ്കിലും നോക്കിയാൽ മതി. എന്നെ വിട്ടേക്ക്. ആദ്യ ദയനീയമായി പാർവണയെ നോക്കി. തൻ്റെ മുന്നിൽ ഇന്ന് സ്നേഹത്തോടെയും ലജ്ജയോടെയും മുഖകുരിച്ച് നിന്ന പെണ്ണ് ഇവളെ ഒരിക്കലും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതിയതേയില്ല. താൻ തിരികെ വിളിക്കുമ്പോൾ കുറെ പരിഭവം പറയും, കരയും. പക്ഷെ ഒടുവിൽ തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമെന്ന് കരുതി. പക്ഷെ മുന്നിൽ നിൽക്കുന്നവൾ തൻ്റെ പഴയ പാറുകുട്ടിയല്ല, ഒരു പുതിയ പാർവയാണിയാണ്. ഇനി തൻ്റെ കൂടെ ജീവിക്കുന്നത് അഭിമാനക്കുറവാണെന്ന് വിചാരിക്കുന്നവൾ. അവന് തന്നെ പ്രണയിക്കുന്നതിന് മുൻപുള്ള പാർവണയെ ഓർമ്മ വന്നു. അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റം തോന്നിയപ്പോൾ ധൈര്യപൂർവ്വം തൻ്റെ മുഖത്തടിച്ചവൾ. ഇന്നും തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അവൾ വ്യഗ്രത കാണിക്കുമ്പോൾ തനിക്ക് അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ആദ്യ വീണ്ടും യാചനയോടെ പാർവണയെ നോക്കി. മോളെ, ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കരുത്. എനിക്ക് നീയാതെ പറ്റില്ല വാവേ. നിനക്കിഷ്ടമില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ പോലും വേണമെന്നില്ല. പക്ഷേ ഇനി എൻ്റെ കൂടെ എന്നും എൻ്റെ പാറുക്കുട്ടി വേണം. പാർവണ നിർവികാരതയോടെ ആദ്യം നോക്കി. എനിക്ക് വീട്ടിൽ പോണം സാർ. സമയത്ത് കണ്ടില്ലെങ്കിൽ അവിടെയുള്ളവർ വിഷമിക്കും. തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് എന്നെ ഓർത്ത് ടെൻഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരെ വിഷമിക്കാൻ വയ്യ. സാറ് പോയിക്കോളൂ. ഇനി എന്നെ തേടി വരരുത്. അപേക്ഷയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭർത്താവ്, കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള യാതൊരു ആഗ്രഹവുമില്ല. അതൊക്കെ വെറും ഭ്രമം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. എനിക്ക് പഠിക്കണം, ഒരു ജോലി സമ്പാദിക്കണം, മറ്റാരെയും ആശ്രയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കണം. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ചെയ്തതുപോലെ, നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ ഇനി ഒരാളും എന്നെ വില കുറച്ച് കാണാൻ പാടില്ല. ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടിയാൽ ഉപകാരമായി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ദയവ് ചെയ്ത് ഇങ്ങനെ കൺമുന്നിൽ വന്ന് ഉപദ്രവിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല പാറുക്കുട്ടി. ആദിയുടെ സ്വരം ഇടറി. മിഴികൾ വീണ്ടും നിറഞ്ഞു. അവനവളെ ആർദ്രമായി നോക്കി. ഒരാഗ്രഹം പറയട്ടെ പാർവണ. ഒരു പ്രാവശ്യം എന്നെ ആദ്യമായിട്ട് എന്ന് വിളിക്കാമോ? എൻ്റെ പാറുക്കുട്ടി പണ്ട് വിളിച്ചിരുന്നത് പോലെ പ്ലീസ്. അത് യാചനയുടെ സ്വരമായിരുന്നു. പാർവണ പക്ഷേ നിഷേധാർത്ഥ തലയാട്ടി. ഇല്ല സാർ, അങ്ങനെ ഒരു പാർവണയുണ്ടായിരുന്നു. നിങ്ങളെ ജീവനേക്കാളെ സ്നേഹിച്ചിരുന്നവൾ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്ന് നിങ്ങൾ അവളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു, അന്ന് അവൾ മരിച്ചുപോയി.
നിങ്ങൾ വേഗം വിവാഹിതനാകൂ. എന്നിട്ട് നിങ്ങളുടെ മുത്തശ്ശിയും അനിയത്തിയും പറയുന്ന പോലെ എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കൂ. നല്ലത് വരട്ടെ. പാർവണ ഒരിക്കൽ കൂടി അവനെ നോക്കിയിട്ട് പിന്തിരി നടന്നു. പാർവണ! പിന്നിൽ നിന്ന് ആദി വിളിച്ചു. ഹൃദയം പൊട്ടിയൊരു സ്വരമായിരുന്നു അത്. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. താൻ എന്നേക്കുമായി തൻ്റെ ജീവനായിരുന്നവളെ നഷ്ടപ്പെടുത്തിയെന്ന തിരിച്ചറിവിൽ ആദിയുടെ മിഴികൾ മഴ പോലെ നിറഞ്ഞൊഴുകി. അകലൊരു പൊട്ടുപോലെ നടന്നു മറയുന്നവളെ നോക്കി അവൻ ശില പോലെ നിന്നു. രാത്രി ആദിക്കൊപ്പം ബാറിലായിരുന്നു അലൻ. അവൻ സങ്കടത്തോടെ ആദി ഉറ്റുനോക്കി. ഇതുവരെ എത്ര പെഗ്ഗായെന്ന് ആദിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. തൊണ്ടയിരിച്ച് ആത്മാവരിച്ച് എല്ലാം മറക്കാനെന്ന പോലെ അവൻ കുടിക്കുകയാണ്. ഒന്ന് നിർത്താതി, എപ്പോ തുടങ്ങിയതാ ഇത്? വീണ്ടും ഗ്ലാസ് നിറയ്ക്കുന്നത് കണ്ടപ്പോൾ അലന് ദേഷ്യം വന്നു. എടാ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ തെരുവിലേക്ക് ഇറക്കി വിട്ടെന്ന്. ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞതാണ് ഇല്ലത്തേക്ക് പോണമെന്ന്. അവൾ കയറി ചെല്ലുമ്പോൾ ഒരു കുറവുമില്ലാതിരിക്കാൻ ഞാൻ അവിടെയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എടാ, നിനക്കറിയുമോ, അവളൊന്നും ഒരുപാട് കരഞ്ഞിരുന്നു. അവളൊന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ അവൾക്കുള്ള ഫുഡൊക്കെ കരുതി വെച്ചിരുന്നു. ഷെൽഫിൽ അവൾക്കുള്ള ഡ്രസ്സ്, അവൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എല്ലാം വാങ്ങി വെച്ചിരുന്നു. പിന്നെ അവൾക്ക് വേണ്ടതെല്ലാം, അത്യാവശ്യത്തിനുള്ള പണമടക്കം അവിടെ കരുതി വെച്ചിരുന്നു. നോക്കല്ലു, ഇവിടെ നോക്ക്. അലൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി ആദ്യം അവൻ്റെ മുഖം പിടിച്ചു തിരിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടടാ. 1 മണിക്കൂറായി ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി കേൾക്കല്ലോ. എൻ്റെ പാറക്കുട്ടിക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ്. അതിൽ ഉണ്ണിയപ്പവും പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ പലഹാരങ്ങളും തട്ടുദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. അവൾ എന്തെങ്കിലും കഴിക്കുമായിരിക്കും എന്ന് ഞാൻ ആശ്വസിച്ചു. അവൾക്കൊരു ആപത്തും വരുത്താതെ നോക്കാൻ പുറത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നിനക്ക് പറയാമായിരുന്നില്ലേ ഉണ്ണിയപ്പം വാങ്ങിച്ചു തന്നത് കഴിക്കാതിരിക്കുന്നത് നിന്റെ കുറ്റമല്ല എന്ന്? അലൻ പകുതി ദേഷ്യത്തോടെയും പകുതി കളിയാക്കലെയും പറഞ്ഞു. ആദി അതൊന്നും ശ്രദ്ധിക്കാതെ തുടർന്നു. പിന്നെ ആ പൊന്നമ്മ ചേച്ചിയെ പാർവണയ്ക്ക് കൂട്ടു നിൽക്കാൻ ഞാൻ ഏർപ്പെടുത്തിയിരുന്നു അല്ലോ. അവരുടെ ഹസ്ബൻഡിന് ഒരു വയ്യായിക വന്നുകൊണ്ട് അവർ വന്നത് പിറ്റേന്നാണെന്ന് മാത്രം. അവരെ നിനക്കറിയാമല്ലോ, നല്ല സ്ട്രോങ് ആണ്, സ്നേഹമുള്ള സ്ത്രീയാണ്. സാവിത്രിയും സംഗീതയും ഒരു പാഠം പഠിപ്പിച്ചത് അവരാണ്. പാർവണയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാക്കു തന്നതാണ്. പക്ഷെ അവർ എത്തുമ്പോഴേക്കും അവൾ പിഷാരടി അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. അവൾക്ക് അതാണ് സമാധാനമെന്ന് തോന്നിയത് കൊണ്ട് പൊന്നമ്മ ചേച്ചിയോട് തിരിച്ചു പോയിക്കോളാൻ ഞാൻ പറഞ്ഞു. അലൻ ആശ്ചര്യത്തോടെ ആദ്യം നോക്കി. ചിലതെല്ലാം അവന് പുതിയ അറിവായിരുന്നു. അവൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനല്ലോ ഞാൻ ആ ക്യാഷ് കൊടുക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അവൾ കരുതും പോലെ അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനല്ല. അപ്സരയുടെ കാര്യത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൾ എൻ്റെ പാറക്കുട്ടിയെ വേദനിപ്പിക്കാനായി ചെല്ലുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പിന്നെ എനിക്ക് ആ ലത എന്ന സ്ത്രീയെ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് നീയും പിഷാരടി അമ്മാവനും കൂടി അവളെ സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചത്. എനിക്ക് കുറച്ചുകൂടി സമയം വേണമായിരുന്നു. അതുവരെ മാത്രമേ അവൾ അകറ്റി നിർത്തുമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അവൾ, സത്യം പറഞ്ഞാൽ അവൾ മൂർത്തി സാറിൻ്റെ വീട്ടിലുണ്ടെന്ന് നേരത്തെ തന്നെ ജോൺ എന്നോട് പറഞ്ഞതല്ലോ. ഒരു മെഡിക്കൽ അഡ്വൈസ് ചോദിക്കാനെന്ന വ്യാജനെ ജോൺ എനിക്ക് വേണ്ടി അവിടെ പാർവണയുടെ വിവരങ്ങൾ അറിയാൻ പോയിരുന്നു. മൂർത്തി സാറിൻ്റെയും വൈഫിൻ്റെയും കൂടെ അവൾ അവിടെ സുരക്ഷിതയാണെന്ന് ജോൺ പറഞ്ഞു. അന്നാണ് എനിക്ക് ചെറിയൊരു സമാധാനം തോന്നിയത്. നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ എനിക്കെൻ്റെ പാറുകുട്ടി എവിടെയാണെന്ന് അറിയണമായിരുന്നു. കൺമുന്നിൽ തന്നെയുണ്ടെന്ന ആശ്വാസം ആയതും എനിക്കാകെ ശ്വാസം മുട്ടിയല്ലോ. അപ്പോൾ ആ കൊച്ചു മൂർത്തി സാറിൻ്റെ വീട്ടിലുണ്ടെന്ന് നിനക്കറിയാമായിരുന്നല്ലേ? അലൻ തെല്ലൊരു ആശ്ചര്യത്തോട് ചോദിച്ചു. അറിയാമായിരുന്നു. ആദി ദയനീയമായി തലയാട്ടി. അന്വേഷിക്കില്ലെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? എനിക്ക് കഴിഞ്ഞില്ലടാ. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനിപ്പോൾ കരയുമെന്ന് തോന്നി. എൻ്റെ കൺമുന്നിലുണ്ടല്ലോ എന്ന സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി ഇല്ലാതായപ്പോൾ ഞാൻ, സാരമില്ല, എഴുന്നേറ്റെ, നമുക്ക് പോകാം. കുറച്ചുകൂടി അല്ലോ, എനിക്കിന്ന് ബോധം കെട്ട് ഉറങ്ങണം. ആദിയുടെ ശബ്ദം ഇടറിയും കുഴഞ്ഞു വരുന്നു. അലൻ അവനെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. വരാനല്ലേ പറഞ്ഞത്? അവളെന്നെ വേണ്ടെന്ന് പറഞ്ഞടാ. വെറുപ്പാണെന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് വയ്ക്കാൻ വേറെ പെണ്ണിനെ കിട്ടിയില്ലെന്ന് ചോദിച്ചു. എന്നോട് വേറെ കെട്ടിക്കൊള്ളാൻ വരെ പറഞ്ഞു. നമുക്ക് ആലോചിക്കാം, അലൻ പറഞ്ഞു. ആലോചിച്ചിട്ട് നീ കെട്ടിയാൽ മതി. എനിക്ക് പാറക്കുട്ടിയില്ലാതെ വേറെ പെണ്ണ് വേണ്ട. എനിക്ക് അവളെ അല്ലാതെ ആരെയും വേണ്ട. ആദിയുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ടാവും അടഞ്ഞുപോയി. എടാ, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ആലോചിച്ചൊരു തീരുമാനം ഉണ്ടാക്കാന്നാ പറഞ്ഞത്. അവള് പോയി, എന്നെ വെറുത്തു. പാറക്കുട്ടി പോയി, വിടല്ലോ. എനിക്ക് ഇനിയും കുടിക്കണം. ഒരു പെഗ് കൂടി തരാൻ പറയും. ആദി ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നു. അലൻ ഒരു വിധത്തിലാണ് അവനെ കാറിൽ കൊണ്ടുപോയി ഇരുത്തിയത്. ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് വേദന മാത്രം തോന്നി. കുറേ നാളെ കുടിക്കുകയാണ്, കുടിച്ച് നശിക്കുകയാണ്. ആ പെൺകുഞ്ച് ഇല്ലാഞ്ഞിട്ട് ഇവനെങ്ങനെ? അവൾക്ക് ഇവനെ എന്തെങ്കിലും മനസ്സിലാകുമോ? ഒരിക്കലും മനസ്സിലായില്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ കുറിച്ചോർത്ത് അലന് ഭീതി തോന്നി.